നമ്മുടെ അബ്ദുൾ റഹീം തൂക്കുമരത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരുമ്പോ ഇനിയുള്ള കാലം കഷ്ടപ്പെടാതിരിക്കാൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? അപ്പൊ ഞാൻ വിചാരിച്ചു ആദ്യം റോൾസ് റോയ്സിൽ ഒരു ജോലി കൊടുക്കാം എന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം ആളൊരു ഓട്ടോ ഡ്രൈവർ ആയിരുന്നല്ലോ. അപ്പൊ 3 ചക്രം വിട്ടിട്ട് വലിയ ഫോറിനിൽ പോയി വലിയ 4 ചക്രം ഓടിക്കാൻ പോയതാ. പക്ഷെ സ്വപ്നങ്ങളൊക്കെ കഷ്ടപ്പെട്ടു. അങ്ങനെ വരുമ്പോ ഇനിയുള്ള കാലം ഡ്രൈവർ പണിയെടുത്ത്, കാരണം ആളുടെ ചെറുപ്പകാലമൊക്കെ നല്ല കാലമൊക്കെ ജയിലിൽ കിടന്ന് നരകിച്ച് ഒരു മനുഷ്യനൊന്നും താങ്ങാൻ പറ്റാവുന്ന കാര്യങ്ങളല്ല എന്നാണ് കേൾക്കുന്നത്. അപ്പോ ഇനിയും വന്ന് കഷ്ടപ്പെടണ്ട. സോ നമ്മളൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു. അബ്ദുൾ റഹീമിന് ബോച്ചെ ടീയുടെ ഒരു ഷോറൂം, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോറൂം തുടങ്ങി കൊടുക്കാനുള്ള ഒരു പരിപാടിയാണ്. അങ്ങനെ അബ്ദുൾ റഹീമും ഉമ്മയൊക്കെ സന്തോഷമായിട്ട് ഇനിയുള്ള കാലം ജീവിക്കട്ടെ എന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ രക്ഷിച്ചു കൊടുത്തു. ഇവിടെ തന്നെ വീണ്ടും ഈ പഴയ ഓട്ടോറിക്ഷ ഓടിച്ച് കഷ്ടപ്പെട്ട് നടന്ന് കാണുമ്പോൾ പിന്നെ നമ്മള് അബ്ദുൾ റഹീമിന് എന്താ ചെയ്തത്, നമുക്ക് എന്ത് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുക? അതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനത്തിലാണ് ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് എത്തി നിൽക്കുന്നത്. എന്തായാലും എനിക്ക് പറയാനുള്ളത് നന്ദി മാത്രമാണ്. ഞാൻ ഇതിനെ കുറിച്ച് നോക്കുമ്പോൾ, ഞാൻ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ, ഞാൻ എന്ന് പറഞ്ഞ ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയണം, മറ്റു പല സംഘടനകളും ഉണ്ട്. നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് സംഘടനകളും വ്യക്തികളൊക്കെ വന്നു. 2 കോടി 40 ലക്ഷം രൂപയാണ് ഇതിലുണ്ടായത്. അപ്പൊ ഞാൻ വിളിച്ചു ചോദിച്ചു ചില വ്യക്തികളെ, ഇനി ഇത്ര ദിവസമല്ലേ ഉള്ളൂ, എങ്ങനെ നടക്കും എന്ന് ചോദിച്ചപ്പോൾ ഒരു പ്രതീക്ഷയില്ല. അബ്ദുൾ റഹീമിന്റെ തല അറക്കുക തന്നെ ചെയ്യും. ഒരു പ്രതീക്ഷയില്ലാത്ത അവസ്ഥയിലാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോഴാണ് എനിക്ക് ടെൻഷനായത്. കാരണം തെറ്റിയാത്തൊരു നിരപരാധി ശിക്ഷിക്കപ്പെടുക. ഞാൻ കുവൈറ്റ് പോലീസ് സ്റ്റേഷനിൽ ഒരു ദിവസം ഇരുന്നതാ, ചെയ്യാത്ത കുറ്റത്തിന് കള്ളപരാതി കൊടുത്തിട്ട്. ആ വേദന എനിക്ക് അറിയുന്നത് കൊണ്ട് പിന്നെ ഈ ദിവസമില്ല, നമ്മളത് അറിഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല, അറിഞ്ഞിട്ട് നമ്മളൊരാളെ കൊല്ലാന്നില്ല. പലരും പറഞ്ഞു ഇത്രയും വലിയ സംഖ്യയൊക്കെ ബുദ്ധിമുട്ട്, എന്തിനാ റിസ്ക് എടുക്കണേ, എന്തിനാ ബോച്ചയിൽ ഇറങ്ങിയിട്ട് ഇനി ബാക്കി തികഞ്ഞില്ലെങ്കിൽ 5-10 കോടിയൊക്കെ തികയാണ്ട് വന്നാൽ ബോച്ചയിൽ ഇരുണ്ടി വരും. അത് പിന്നെ ബോച്ച അതിന് മാറില്ല അതിന് വേണ്ടിയിട്ട്. അപ്പൊ ഇതൊക്കെ തലയിലില്ല. ഞാൻ പറഞ്ഞു വരണമെങ്കിൽ വരട്ടെ. പിന്നെ ആദ്യത്തെ ദിവസം കുറച്ച് പൈസ നമ്മൾ 4-5 മണിക്കൂർ കളക്ട് ചെയ്തു. അതൊക്കെ ചേർത്തിട്ട് നമുക്ക് ചെയ്യാനുള്ള ഒരു പ്രതീക്ഷയിലാണ് ആയിരുന്നത്. എന്തായാലും ഇത് വലിയ സംഭവമായി. മലയാളി ലോകത്തിന് മാതൃകയാണ്. കാരണം പല സ്റ്റേറ്റിലും അല്ലെ പല രാജ്യത്ത് ഇതുപോലെയൊക്കെ ഉണ്ടായിട്ട് അയാളെ തൂക്കി കൊല്ലാന്നല്ലാതെ വേറെ ഒന്നും സംഭവിക്കാറില്ല. വളരെ റയറാണ് ഇങ്ങനത്തെ കേസുകൾ. മലയാളികളുടെ അഭിമാനമാണ്, എന്റെയും അഭിമാനമാണ്. എനിക്ക് വളരെ സന്തോഷം തോന്നി. മലയാളികളൊക്കെ എല്ലാവർക്കും പാർട്ടിയും ജാതി മതമൊക്കെ ഉണ്ട്, അതൊക്കെ ആയിക്കോട്ടെ, അവരവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഈ പെരുന്നാള് വിഷു കാലത്ത് ഈ ആഘോഷം ശരിക്കുള്ള ആഘോഷമാക്കി മാറ്റി. അതായത് ഒരു അബ്ദുൾ റഹീമിന്റെ തല അറുത്തുകൊണ്ട് നമ്മൾ പോത്തിനി ആടിന്റെ തല അറുത്ത് ആഘോഷിക്കുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? എങ്ങനെ മനസ്സ് വരും നമുക്ക് ആത്മാർത്ഥമായിട്ട്? അതുകൊണ്ട് നമ്മുടെയൊക്കെ പാപങ്ങൾ കഴുകിക്കളഞ്ഞിട്ടുള്ള ഒരു ആഘോഷമാണ് ഇന്ന് ഇപ്രാവശ്യത്തെ ഒരു പുണ്യത്തിന്റെ ഒരു പുണ്യമാസമാണിത്. എല്ലാം നിലയ്ക്കെടുത്താലും ഈസ്റ്റർ, പെരുന്നാള്, വിഷു എല്ലാം കൂടി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് താങ്ക് യു വെരി മച്ച്. സോ conquer the world with love. Love you everybody. Watching.